ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചക്കക്കൂട്ടാൻ റെസിപ്പി വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും വീട്ടിലൊന്ന് കൂടിയപ്പോൾ ജസ്റ്റ് ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കിട്ടിയതാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മയാണ് കേട്ടോ കൂട്ടാൻ ഉണ്ടാക്കുന്നത്. ഉമ്മ എന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി വാഴയിലേക്ക് വെട്ടി അതിൽ ഇട്ടിട്ട് ചിക്കൻ കറിയും കൂട്ടി കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. സാധിക്കും എനിക്ക് കൂട്ടായോ എന്നാണ് കേട്ടോ പറയണത്. ഞാനിവിടെ ഓൺ വോയിസ് കൊടുക്കണേ ടി വി ഇട്ടിട്ടുണ്ട് ബാക്കിൽ, അതിൻ്റെ സൗണ്ട് കേൾക്കൊണ്ടാണ് കേട്ടോ. കുറച്ച് മതി, എനിക്ക് കറിയൊന്നും വേണ്ട എരിയൊന്നാണ് അവന് പറയണേ. അപ്പോൾ അവന് കുറച്ചിട്ട് കൊടുത്തു. കഴിച്ചതൊന്നുമില്ല കേട്ടോ, വെറുതെ ജസ്റ്റ് ഞങ്ങളെ കൂടെ അവന് ഇരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചക്കക്കൂട്ടാനൊക്കെ ഉമ്മ റെഡിയാക്കി. അന്ന് ചിക്കൻ കറിയാണ് കേട്ടോ വെച്ചത്. ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ചക്കക്കൂട്ടാൻ്റെ കൂടെ മറ്റേ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ ബീഫ് വരട്ടിയതോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാറുണ്ടോ? നിങ്ങളങ്ങനെ ആരെങ്കിലും കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ സിമ്പിളായിട്ടുള്ള ചക്കക്കൂട്ടാൻ റെസിപ്പി എങ്ങനെയെന്ന് നോക്കിയേക്കാം കേട്ടോ. ഞങ്ങളാരും ഇവിടെ ചക്കക്കൂട്ടാൻ വെക്കാറില്ല കേട്ടോ. അതായത് ഉമ്മയാണ് ഇവിടെ വീട്ടിൽ ചക്കക്കൂട്ടാൻ വെക്കാറുള്ളൂ. ഉമ്മ സിമ്പിളായിട്ട് വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഉമ്മനെ വെക്കാറുള്ളൂ ചക്കക്കൂട്ടാൻ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചക്കക്കൂട്ടാൻ ആദ്യമായിട്ടാണ് ചക്കക്കാലം വന്നിട്ട് ഉണ്ടാക്കണത്. അല്ലേ, പഴയ കാലത്തൊക്കെ ഞങ്ങൾ ഒരു ചക്ക മുറിച്ചാൽ തന്നെ ഞങ്ങൾക്ക് ഒന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു മുറി ഉണ്ടെങ്കിൽ നമുക്ക് അധികമാണ് അല്ലേ. വലിയൊരു ചക്ക മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഒരു ചട്ടിയിൽ വെച്ചാൽ നമുക്ക് ഒരു ചകരച്ച കൂട്ടാൻ കിട്ടൂല. അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചുള മാത്രം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലേ എന്താ ചക്ക പറയോ ഇത്രേ എന്താ, ഞാൻ ഇത്രയും മക്കളിനെ പ്രസവിച്ചിട്ട് ഒരു കുരു ഒന്നിനെ എൻ്റെ കൂടെ വിട്ടാക്കിയില്ല എന്നുള്ളത്. അങ്ങനത്തെ അതാണ് ചക്കക്കുരു ഇടുന്നത്. അതാണ് അല്ല ചക്കക്കൂട്ടാൻ ഇനി നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഇന്നത്തെ കൂട്ടാൻ ചക്കക്കൂട്ടാനില്ലേ? അപ്പോൾ ഇന്നത്തെ കൂട്ടാൻ ചക്കക്കൂട്ടാനും ഇതെങ്ങനെ വെക്കണേ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് ചക്ക അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിൽ തേങ്ങയും ജീരകം, ചെറിയ ജീരകം അരച്ചിട്ട് പിന്നെ നല്ലതിൽ കൂട്ടാൻ വെക്കണം. രസം ചെറിയ ജീരകം ഇട്ട് അരച്ചിട്ട് വെക്കണം. എന്നിട്ട് കടുകും കരിവേപ്പിൻ്റെ ഇല ഇട്ട് താളിക്കണം. അങ്ങനെ നമ്മളിന്ന് ചക്കക്കൂട്ടാൻ റെഡി. ഇതൊരു ചക്ക മാത്രമാണ് നമ്മളിന്ന് കൂട്ടാൻ വയ്ക്കുന്നത്. ഈ ഒരു മുറി നമുക്ക് നാളേക്ക് പഴുക്കുക നോക്കാം. പഴുക്കുകയാണെങ്കിൽ നാളെ നമുക്ക് തിന്നാം. ഇതിനുള്ള ആൾക്കാർ തന്നെ ഉള്ളൂ നമ്മളിഞ്ഞി. അത് തിന്നാനുള്ള ആൾക്കാർ തന്നെ ഉള്ളൂ. അത് മതി. ചൗണ്ണി കളയണം, എന്നാലേ ഉള്ളൂ രസം ഉണ്ടാകുക. ആദ്യമൊക്കെ ഞങ്ങൾ മടൽ ഇട്ടിട്ട് ചക്കക്കൂട്ടാൻ വെച്ചായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒക്കെ പിന്നെ ഇതിൻ്റെ വെറും ചുള മാത്രം, ചുളയും കുരു എടുത്തിട്ടാണ് ഞങ്ങൾ കൂട്ടാൻ വയ്ക്കുക. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ചക്കക്കൂട്ടാനും കഞ്ഞിയാക്കണം മക്കളെ, അതാണ് നല്ലത്. ഇതിങ്ങനല്ലേ ചെറുതാക്കി മുറിക്കണേ. അതിനൊരു പാത്രം എടുത്താണ്. കത്തി വേണം. കത്തി വേണമെന്നോ? കത്തി ഇല്ലാണ്ട് എന്ത് കൂട്ടാൻ? എന്ത് കൂട്ടാൻ? ആരാ പൊന്നുണ്ടാക്കണത്? നീ ഉമ്മമ്മ ചക്കക്കൂട്ട ഉണ്ടാക്കണേ? അതെ. എന്തുണ്ടാക്കാനാണ്? എന്ത് കക്ക കൂട്ടാനാ? ചക്ക പറ. ചക്ക ചോള മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലേ? ചോള മാത്രം. കുരു വല്ലാതെ മൂപ്പായിട്ടില്ല. അത് കാരണം കുരു വേണ്ട, മടലും വേണ്ട, വെറും ചക്കച്ചോള മാത്രം. ഇമ്മ വെക്കണത് നല്ല രസമല്ലേ ചക്കക്കൂട്ടാനാണ് കേട്ടോ. ഞാനിതുവരെ ചക്കക്കൂട്ടാൻ വെച്ച് നോക്കിയിട്ടില്ല. ഇന്ന് തന്നെ വെക്കാറുള്ളൂ.
എവിടുന്ന ചക്ക കിട്ടിയത്? അയൽവാസിക്കാരൻ്റെ അവിടെ നിന്ന് നമ്മുടെ തൊട്ട വീട് അവൻ്റെ അവിടെ പ്ലാവിൽ നിറയെ ചക്ക ഉണ്ട്. അപ്പം നമുക്ക് അവരെപ്പോഴും ഇടുന്ന സമയത്ത് നമുക്ക് ചക്ക തരും. ഞങ്ങളവിടെ ചക്കയൊന്നുമില്ല കേട്ടോ, ഞങ്ങളെ വീട്ടിൽ ചക്കയൊന്നുമില്ല. ഇതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി വരാം കേട്ടോ. അപ്പോൾ മസാല ഇടുന്നത് കാണിച്ചു തരാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചക്കക്കൂട്ടാനാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. മീൻ കറിയോ ബീഫ് വരട്ടിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അല്ലേ മാ? മീൻ കറിയൊക്കെ മീൻ കറി നന്നായിട്ടുണ്ടാവും. മീൻ കറിയും അല്ലെങ്കിൽ ഇറച്ചിക്കറി, ഏത് ഇറച്ചി ആയാലും കൂട്ടി കഴിക്കുമ്പോൾ നല്ല നല്ല ടേസ്റ്റാണ്. എന്താണത്? ദാദമാക്ക് തരുമോ? ചെറിയ ചെറിയ പൊട്ട് എന്നാ തായോ? വേണ്ട. എനിക്ക് മുട്ടായി എന്നേ. ഏതമ്മായി? ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ? ജസീന പറഞ്ഞു കൊടുക്കട്ടെ? പേടി എനിക്ക്. പിന്നെ ഒരു പാട്ട് പാടി തരുമോ? പാട്ടറിയില്ല? അയ്യേ. ഉമ്മ എന്താട്ടനേടാ? എന്ത് കൂട്ടാന്? എന്ത് കൂട്ടാന്? ചക്ക കൂട്ടാനോ? ചക്ക പറ. കക്കേ? ചക്ക ച ചക്ക. ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചക്കക്കൂട്ടാനും കഞ്ഞി. ആ എനിക്ക് ചോറ വേണ്ടി? അതെ. അപ്പം ഞങ്ങൾ ചക്കക്കൂട്ടാനും കഞ്ഞിയും കുടിക്കും. എനിക്ക് ചോറും തരും കേട്ടോ. പിന്നെ ചാച്ചുമാനെ കണ്ടോ നീ? എന്താണ് അവള് നിന്റെ അടുത്ത് പറഞ്ഞു? മുട്ടായി വാങ്ങിത്തരാ പറഞ്ഞോ? അവൾക്ക് സുഖമല്ലേ അവിടെ? നിന്റെ വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട് അവള്? കത്തി ഇപ്പാൻ്റെയാണ് മക്കളെ. ഇത് മുളഞ്ഞ് കളഞ്ഞിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഇനി വന്നാൽ നല്ലതായി നമുക്ക് കേൾക്കും. അപ്പോൾ മുളഞ്ഞ് കളയണം, എന്നാലേ ഉള്ളൂ ഇപ്പോൾ അത് എടുത്തു വെക്കാൻ പറ്റുക. ചെറുതായിട്ട് തന്നെ ചക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് നമുക്ക് കോരിയെടുക്കണം കേട്ടോ. ഞാനിവിടെ വോയിസ് കട്ടാക്കിയത് സാധിലും അവിടെ സ്പീക്കറിൽ പാട്ട് വെച്ചിട്ട് ഭയങ്കര ഡാൻസാണ് കേട്ടോ. അപ്പോൾ ആ പാട്ടത്തിൽ കേട്ടോണ്ടിരിക്കൊണ്ട് വോയിസ് കട്ടാക്കിയതാണ്. ഇനി നമുക്ക് കഴുകിയ ചക്ക എല്ലാം അതിലേക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, വിറകടുപ്പിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്, മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കുക്കറിൽ തയ്യാറാക്കി എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു 2-3 വിസിലടിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കിന് വേവും. ഇതധികം വേവില്ലാത്ത ചക്കയാണ്, ചെറിയ ചക്ക ആയതുകൊണ്ട് തന്നെ അധികം വേവില്ലാത്ത ചക്കയാണ്. ഉമ്മ ഇപ്പോൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ, അവരെ പഴയകാലത്തെ ചക്കക്കൂട്ടാൻ്റെ റെസിപ്പിനെ കുറിച്ചിട്ട്. പക്ഷേ വോയിസ് അവിടെ പാട്ട് കേൾക്കൊണ്ട് ഞാൻ കട്ടാക്കി വിട്ടതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അവിടെ കുട്ടികളൊക്കെ കഴിക്കാറുണ്ട്, ഞങ്ങൾ കുറച്ച് എരിവ് കുറച്ചതാണ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ചക്ക വെന്ത് വരാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചക്കയുടെ വേവ് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചില ചക്ക പെട്ടെന്ന് വേവണുണ്ടാവും, ചില ചക്ക കുറച്ച് ടൈം എടുത്തിട്ടേ വേവുള്ളൂ. അതേപോലെ ഇവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ചക്ക വേവ് കുറവാണെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചത് പാകമായിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. ചുടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് അത് ബലം വെക്കാൻ സാധ്യതയുണ്ട്. അടുപ്പത്ത് വെച്ചു. ഇത്തിരി ചെറിയ ജീരകം തേങ്ങയിലിടുക, എന്നിട്ട് നന്നായി അരയ്ക്കണം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ വന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതെ തന്നെ നോക്കുക.
വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിൽ കുറച്ച് വെള്ളം കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. തേങ്ങ അരച്ച് ഒഴിച്ചു. തേങ്ങ അരച്ച് ഒഴിച്ചു. ഇതാ നമ്മുടെ ചാക്കക്കൂട്ടാൻ റെഡി. ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഇതിൽ വേണ്ടുള്ളൂ. അത് പൊട്ടിച്ച് ഇതിൽ കണ്ട് ഒഴിക്കുക. വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. കടുകും കറിവേപ്പിലയും കൂടി ഇതിൽ പൊട്ടിച്ചൊഴിക്കണ ഭാഗം ഞാൻ വീഡിയോ എടുക്കാനും വിട്ടുപോയിട്ടോ, അതാണ് ഇതിൽ ആഡ് ചെയ്യാതിരുന്നത്. അങ്ങനെ തന്നെ നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചക്കക്കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടിയുള്ള ചക്കക്കൂട്ടാൻ നല്ല വാഴയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ല ചൂട് ചിക്കൻ കറിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ചിക്കൻ കറി അല്ലാന്നുണ്ടെങ്കിൽ മീൻ കറിയോ ബീഫ് വരട്ടിയതോ ഒക്കെ കൂട്ടിയിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു വേറെ തരം ഒരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒപ്പം തന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിക്കുക കേട്ടോ.